ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെയും ചിന്തയുടെയും സമയത്തിൻ്റെയും താലന്തുകളുടെയും വസ്തുവകകളുടെയും എല്ലാം നാഥൻ ക്രിസ്തു ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി സംസാരിപ്പാൻ ഇടയാകണം. ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ട നാൾ മുതൽ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ ഓട്ടമോടിയ ഭക്തനായിരുന്നു വിശുദ്ധ പൗലോസ്. തൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന ശുശ്രൂഷയും തികയ്ക്കുവാൻ വേണ്ടി തൻ്റെ പ്രാണനെ പോലും ആ വിശുദ്ധൻ വിലയേറിയതായി എണ്ണിയില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞതോടെ സുവിശേഷത്തിനു വേണ്ടി എന്തു കഷ്ടവും സഹിക്കുവാൻ അദ്ദേഹം തയ്യാറായിത്തീർന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്. 3-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്നും അനേകം കാര്യങ്ങൾ പറയുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. തനിക്ക് ലാഭമായി ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചപ്പോൾ ജീവിതത്തിൽ അതുവരെ ലാഭമായി കണ്ടിരുന്നതിനെയെല്ലാം നഷ്ടമായി, ഛേദമായി എണ്ണുവാൻ പൗലോസിന് സാധിച്ചു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഒരു വലിയ വ്യതിയാനം സംഭവിച്ചു എന്നവൻ പറയുന്നു. താൻ വില കൊടുക്കേണ്ട സ്ഥാനത്ത് വില കൊടുത്തു തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു. എത്ര വലിയ തീരുമാനങ്ങളല്ലേ! ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 15 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോവുകയാണ്. ഞാൻ 13-ഉം 14-ഉം വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. 13-ഉം 14-ഉം. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. താനൊരു സമ്മാനം ലഭിക്കുവാനായി ഒരു വിരുദ്ധനായി ഓടുകയാണ് എന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. അതെ, തൻ്റെ ജീവിതത്തിൽ പിൻപോട്ട് നോക്കിയാൽ എപ്പോഴും ലജ്ജിക്കുവാൻ മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വിട്ടുകളഞ്ഞതൊക്കെ അതുപോലെ മറക്കുന്നു, അതൊക്കെ പാഠമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുകയാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. തികഞ്ഞവരൊക്കെയും എന്ന് പറയുന്നതിൽ നിന്നും പൗലോസ് എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? പക്വതയിൽ ഒരാൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിരിക്കുന്നവൻ എന്ന അർത്ഥമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. തികഞ്ഞവൻ. ഒരു ശിശുവിൻ്റെ ഉദാഹരണത്തിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 17 മാസം പ്രായമായ ഒരു കുട്ടി നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ എത്ര നല്ല കുട്ടിയാണ്, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്, ഇല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ 17 വർഷങ്ങൾക്ക് ശേഷവും അവൻ ഈ പറഞ്ഞ വളർച്ചയിലാകുന്നുവെങ്കിൽ, അത്ര വളർച്ചയേ ഉള്ളൂ എങ്കിൽ സാരമായ എന്തോ തകരാറുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. വളർച്ചയിൽ പക്വതയുണ്ടായിരിക്കുക എന്ന ചിന്തയാണ് പൗലോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെ ഇടയിൽ പൂർണ്ണരായിട്ടുള്ളവർ, അതായത് ക്രിസ്തുവിൽ സാധാരണ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്നാണ് പൗലോസ് പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ പൗലോസിനോട് ഒരു മനസ്സുള്ളവർ ആയിരിപ്പീൻ. അതായത് പൗലോസിനോട് ചേർന്ന് കളിക്കളത്തിലിറങ്ങി അതേ ലക്ഷ്യത്തിലേക്ക് ഓടുക എന്നാണ് പൗലോസ് പറയുന്നത്. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും
നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് നാം വായിച്ചു. നിങ്ങൾക്ക് വേറെ വല്ല ചിന്തയുമുണ്ട് എന്ന് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കാം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിശ്വാസിയെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. ശരിയായി നടക്കുന്നതിന് വായിൽ കടിഞ്ഞാണിൻ്റെ ആവശ്യമുള്ള കുതിരയെയും കോവർ കഴുതയെയും പോലെ നിങ്ങൾ ആകരുത് എന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് നിങ്ങളെ അപ്രകാരം നടത്തേണ്ടി വരുന്ന പക്ഷം അത് താങ്കളെ മുറിവേൽപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കും. അവിടുത്തെ ദൃഷ്ടി കൊണ്ട് താങ്കളെ നടത്തുവാൻ താങ്കൾ എന്തുകൊണ്ട് അവനെ അനുവദിക്കുകയില്ല? അപ്രകാരം നമ്മെ നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതും താങ്കൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതത്രേ. ദൈവത്താൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഹിതം താങ്കൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവഹിതം അറിയുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അനേകം ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ദൈവഹിതം അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള സമ്പർക്കത്തിൽ ജീവിക്കുന്നതിൽ നിന്നുമാണ് ദൈവഹിതം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവനോട് കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോഴാണ് ദൈവഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ദൈവഹിതം നമുക്ക് കാണിച്ചു തരുമ്പോൾ അത് ചെയ്യുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലേ കൂടുതൽ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി തരികയുള്ളൂ. ദൈവഹിതം അറിയുവാനായിട്ടുള്ള ഒന്നാമത്തെ മാർഗം ദൈവവചനം തന്നെയാണ്. ദൈവവചനത്തിൽ നാം എത്രമാത്രം അറിവുള്ളവരാണോ അത്രയും അധികം ദൈവഹിതം അറിയുവാൻ നമുക്ക് സാധിക്കും. ദൈവഹിതം അറിയുവാൻ ഒന്നാമതായി നാം ദൈവം നമ്മെ തൻ്റെ ഹിതം കാണിച്ചാൽ അത് അനുസരിക്കാമെന്നുള്ളൊരു മനോഭാവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവഹിതം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയുള്ളൂ. പലപ്പോഴും ദൈവം പറയട്ടെ, എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ അനുസരിക്കാം എന്ന മനോഭാവത്തോടെ നാം ദൈവസന്നിധിയിൽ ചെല്ലുന്നത് കൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നു. ദൈവം പറഞ്ഞാലും നമുക്കത് മനസ്സിലാകില്ല. അവിടുത്തെ ഹിതം നമ്മെ കാണിച്ചാൽ അത് അനുസരിക്കാമെന്നുള്ള ഒരു മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു മനോഭാവത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞല്ലോ, അത് പ്രഥമമായും ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുന്നു. ദൈവഹിതം അറിയുന്നതിന് വേറെ കുറുക്കുവഴികൾ ഒന്നും എനിക്കറിയില്ല. സൂക്ഷ്മതയില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദർശനമോ ഒരു ദൂതനെ കണ്ടതുപോലൊരു തോന്നലോ അഥവാ ദൈവം പച്ചക്കൊടി കാട്ടുന്നോ വെള്ളക്കൊടി കാണിക്കുന്നതോ ഒരാളിനെ അതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ദൈവത്തോടു കൂടെ ദിവസം തോറും നടക്കുന്നതിൽ കൂടെയും ദൈവത്താൽ നയിക്കപ്പെടുന്നതിനുള്ള ആഗ്രഹത്തിൽ കൂടെയുമാണ് ദൈവഹിതം നമുക്കറിയുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ ശരിയായ പാതയിൽ മുൻപോട്ട് പോകുന്നതിന് ഇത് താങ്കളെ സഹായിക്കുകയും അത് താങ്കളുടെ ഹൃദയത്തിന് അത്യന്ത സന്തോഷം നൽകുകയും ചെയ്യും. ദൈവഹിതം മാത്രമേ നമുക്ക് ആനന്ദം നൽകൂ. ജീവിതത്തിൽ സംതൃപ്തി നൽകുന്നത് ദൈവഹിതം ജീവിതത്തിൽ നിറവേറുമ്പോഴാണ്. 16-ാം വാക്യം നമുക്ക് നോക്കാം. 16-ാം വാക്യം, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഓട്ടക്കളത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ ഫിലിപ്പിയിലെ വിശ്വാസികളെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിരുദു പ്രാപിപ്പാനായി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് അവർ മുന്നേറണം എന്നാണ് അവരെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് തന്നെ ഒരു ഉദാഹരണമായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. 17-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. എനിക്ക് ഈ പറഞ്ഞതുപോലെ പറയുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കങ്ങനെ പറയുവാൻ കഴിയുകയില്ല. എന്നാൽ പൗലോസിന് അങ്ങനെ പറയുവാൻ കഴിഞ്ഞു. അത് അവൻ്റെ പ്രാഗൽഭ്യത്തെ കാണിക്കുന്നതാണ്. എപ്രകാരമാണ് അത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ എന്നെ സൂക്ഷിച്ചു നോക്കുക എന്നത്ര പൗലോസ് പറയുന്നത്.
ഇത് വെറുമൊരു അനുകരണമല്ലെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. പിന്നെയോ പൗലോസ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ക്രിസ്തുവിൻ്റെ ശക്തിയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ പഠിപ്പീൻ എന്നാണ്. അതെ, എന്നെ അനുകരിപ്പീൻ. എത്ര മനോഹരമായൊരു പ്രാഗൽഭ്യമില്ലേ? നാം പലപ്പോഴും എന്നെ നോക്കേണ്ട, കർത്താവിനെ നോക്കിക്കോളൂ, അവനെ അനുകരിച്ചോളൂ എന്ന് പറയാറുണ്ട്. താഴ്മ കൊണ്ടായിരിക്കാം, നല്ല കാര്യം. വളരെയേറെ ആത്മീയത തുളുമ്പുന്നതായ വാക്കുകളാണത്. എന്നാൽ വാസ്തവത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവവൈതലിന് പറയുവാൻ സാധിക്കും, എന്നെ അനുകരിപ്പീൻ. ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കൂ, ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കൂ, ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കൂ, ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ എൻ്റെ പ്രതികരണം ശ്രദ്ധിക്കൂ. അങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കുന്നതല്ലേ? മറ്റൊരു വ്യക്തിയെ, പ്രത്യേകിച്ചും താങ്കളെ നോക്കുന്ന ഒരു വ്യക്തിയെ ശരിയായ പാതയിൽ നയിക്കുവാൻ സഹായിക്കുന്നത് അതുമാത്രമാണ്. ഇനി പൗലോസ് മറുവശം ചർച്ച ചെയ്യുന്നുണ്ട് 18ഉം 19ഉം വാക്യങ്ങളിൽ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നാമമാത്രമായ അല്ലെങ്കിൽ നാമധേയ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്ന കഠിനമായ വാക്കുകളാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവർ ക്രിസ്തു ശിഷ്യരാകുന്നു എന്ന് അവകാശപ്പെടുന്നു, എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, അതിന് ഒരു വിധത്തിലും യോജിക്കാത്ത വിധം ജീവിക്കുന്നു. അവരുടെ വയറാണ് അവരുടെ ദൈവമെന്ന് പൗലോസ് പറയുന്നു. എത്രയോ ദുഃഖകരമായ കാര്യമാണല്ലേ? അവർ തങ്ങളുടെ വിശപ്പിനാൽ നയിക്കപ്പെട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ചിലർക്ക് പണസമ്പാദനത്തിനുള്ള വിശപ്പാണുള്ളത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിന് അവർ തയ്യാറാകും, ഏത് കള്ളവും പറയും. മറ്റ് ചിലർക്ക് ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്, അത് അവരുടെ ദൈവമായി തീരുന്നു. ഇനി വേറെ ചിലർക്ക് അത്യാഗ്രഹമാണ്, വഴക്കിനും ദുരഭിമാനത്തിനുമൊക്കെ കാരണമായിട്ടുള്ള അത്യാഗ്രഹം. അവരുടെ ഹൃദയവും മനസ്സും ഭൗമികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണിത്. നാം ക്രിസ്തുവിൻ്റെ പേരെടുത്തതിന് ശേഷം വിശുദ്ധിയോടെ ജീവിക്കാതിരിക്കുന്നുവെങ്കിൽ പൗലോസ് ഉപയോഗിച്ച അതേ പദപ്രയോഗങ്ങളാണ് നമ്മളെക്കുറിച്ചും ഉപയോഗിക്കാനായിട്ടുള്ളത്. ഈ പൗലോസ് പറയുന്ന ആളുകൾ അവർ സ്വയത്തിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ സാധിക്കണം, അവർ അതിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ലജ്ജിക്കേണ്ടതായ കാര്യത്തിൽ അവർ അഭിമാനം കൊള്ളുന്നു. ദമസ്കോസിലേക്കുള്ള വഴിയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുപോലെയുള്ള വിപ്ലവവും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെയും ചിന്തയുടെയും സമയത്തിൻ്റെയും താലന്തുകളുടെയും എന്തിന് വസ്തുവകകളുടെയും എല്ലാം നാഥൻ ക്രിസ്തുവായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി സംസാരിപ്പാൻ ഇടയാകണമെന്നത്രേ പൗലോസ് പറയുന്നത്. യാക്കോബ് അതിനെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ഇതത്ര യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രവൃത്തികൾ കൂടാതെ നമ്മുടെ വിശ്വാസം അയൽക്കാർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ വഴിയില്ല എന്നത്രേ നാം വായിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ അവൻ നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടിയാണ് ന്യായം വിധിക്കുന്നത്. ക്രിസ്തു വിശ്വാസികൾ ക്ഷണഭംഗുരമായ ലൗകിക കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുന്നത് എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ഇനി നമുക്ക് 20-ാം വാക്യത്തിലേക്ക് വരാം. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു,
അവിടെ നിന്നും കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗരത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ജീവിത രീതിയാണ്. ഒരു പുതിയ ജീവിത രീതി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഭവന നഗരം, ഹോം ടൗൺ സ്വർഗത്തിലാകുന്നു എന്നാണ് പറഞ്ഞത്. പൗലോസ് ആ അർത്ഥത്തിലായിരിക്കണം പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയ പട്ടണം ഒരു റോമൻ കോളനി ആയിരുന്നു എന്ന് ഓർക്കുമല്ലോ. റോമൻ നിയമങ്ങളായിരുന്നു ഫിലിപ്പിയിൽ നിലനിന്നിരുന്നത്. റോമയിലെ പരിഷ്കാര രീതി അനുസരിച്ചാണ് ജനങ്ങൾ ഫിലിപ്പിയിലും വസ്ത്രധാരണം ചെയ്തിരുന്നത്, മുടി വെട്ടിയിരുന്നത്, എല്ലാം അതിനനുസരിച്ചാണ് ചെയ്തിരുന്നത്. അവർ ലത്തീൻ ഭാഷ സംസാരിച്ചിരുന്നു. റോമിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള കോളനി ആയിരുന്നതിനാൽ സകലവും റോമിലെ പോലെയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് സഭ എന്ന് പൊതുവെ നാം പറയപ്പെടുന്ന വിശ്വാസികൾ സ്വർഗത്തിൻ്റെ കോളനി എന്ന പോലെ ജീവിക്കുകയും സ്വർഗത്തിലായിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും സ്വർഗത്തിലെ പോലെ സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും ഇപ്രകാരമല്ല കാണുന്നത്. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് പൗലോസ് വളരെ കൃത്യമായി പറയുന്നു. നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്ന അംബാസഡേഴ്സ് മാത്രമല്ല, സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ ദൂതിനെയുമാണ് നാം ഇവിടെ പ്രതിനിധാനം ചെയ്യേണ്ടത് എന്ന് പൗലോസ് പറയുന്നു. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. വിശ്വാസിയുടെ ഉന്നതമായ പ്രത്യാശയെക്കുറിച്ചും പൗലോസ് പ്രകടമാക്കുന്നു. അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രത്യാശയോടുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത് അവിടെ നിന്നും കർത്താവായി യേശുക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്നാണ്. ന്യായവിധിയുടെ കാലമായ മഹാപീഡന കാലത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചോ? അത് സഭ ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെടും. ഹാനോക്കിന് ജലപ്രളയത്തിൽ കൂടി കടന്നു പോകേണ്ട ആ സ്ഥിതി വരാഞ്ഞതുപോലെ ക്രിസ്തു വിശ്വാസികൾ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുകയില്ല. മഹാപീഡനത്തിലും കർത്താവിന് സഭയെ സംരക്ഷണ ചെയ്യുവാൻ കഴിയുമെന്ന ചിന്തയാണ് പലർക്കുമുള്ളത്. അതെ, കർത്താവിന് അങ്ങനെ ചെയ്യുവാൻ കഴിയും. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ജലപ്രളയത്തിൽ ദൈവം നോഹയെ ഒരു പെട്ടകത്തിൽ കാത്ത് പരിപാലിച്ചു, വാസ്തവമാണ്. എന്നാൽ അവൻ ഹാനോക്കിനെ ലോകത്തിൽ നിന്നും എടുക്കുകയാണ് ചെയ്തതെന്ന് ഓർക്കണം. മഹാപീഡന കാലത്ത് അവൻ്റെ വകയായുള്ള 2 കൂട്ടം ആളുകൾ കാണും. ഒരു കൂട്ടർ എടുക്കപ്പെടും. ഫിലഡൽഫിയയിലെ സഭയോട് കർത്താവ് പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. മറ്റേ കൂട്ടർ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ജാതികളുടെ വലിയ ഒരു സംഖ്യയും, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടാത്ത ആ വലിയ സംഖ്യയും 1,44,000 ഇസ്രായേല്യരും അവർ മഹാപീഡനത്തിലൂടെ കടന്നു പോകും. അവർക്ക് ദൈവത്താൽ മുദ്ര ലഭിക്കേണ്ടതിനാൽ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുമെന്ന് തിരുവചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പൗലോസിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് മടങ്ങി വരും എന്ന വിശ്വാസമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. എന്നാൽ ഒന്നാമത് മഹാപീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും എന്ന് പൗലോസ് പ്രതീക്ഷിച്ചിരുന്നതായി രേഖയില്ല. തൻ്റെ ജീവിതകാലത്ത് അനേക പ്രശ്നങ്ങളിൽ കൂടി പൗലോസ് കടന്നുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അത് മഹാപീഡനമാണെന്ന് അവൻ എങ്ങും വ്യാഖ്യാനിച്ചില്ല. സന്തോഷത്തോടു കൂടിയുള്ള പ്രതീക്ഷയുമായി പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. മഹാപീഡനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഇതെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. മഹാപീഡനത്തിന് വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി പൗലോസ് നോക്കിപ്പാർക്കുകയായിരുന്നു എന്ന് അവൻ്റെ സന്തോഷത്തോടു കൂടിയ കാത്തിരിപ്പ് വ്യക്തമാക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. 21-ാം വാക്യം:
അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. താഴ്ചയുള്ള ശരീരം അഥവാ കുറവുള്ള ശരീരം, വേറൊരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ദ്രവത്വമുള്ളത്, ബലഹീനമായ ശരീരം. കർത്താവ് നമ്മുടെ ഭൗമികമായ ശരീരം മാറ്റും. നമ്മുടെ ഈ ശരീരം മൺമയമാണ്, ദ്രവത്വമുള്ളതാണ്, രോഗമുള്ളതാണ്, അത് എല്ലാവിധമായ പരിമിതികളുമുള്ളതാണ്. ഇത് ഈ ലോകത്തിന് അനുയോജ്യമായിട്ടുള്ളതത്രേ. ഇതുപോലെ ബാഹ്യാകാശത്തേക്ക് പോകുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ശരീരം ഭൗമികമാണ്. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ ശരീരങ്ങൾ നശിക്കുന്ന ശരീരങ്ങളാണ്. ഞാനും നിങ്ങളും ഒരിക്കൽ ഈ ശരീരം വിട്ടുപോകും. നാശമുള്ള ശരീരമാകയാലാണ് നാം അവയെ വിട്ടുപോകുന്നത്. അവ രൂപാന്തരപ്പെടും. അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നാം അനുരൂപരായി രൂപാന്തരപ്പെടും. നമുക്ക് ലഭിക്കുന്ന ശരീരം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ടതായ ആ ശരീരം പോലുള്ളതായിരിക്കും. അത് മഹത്വമുള്ള ഒരു ശരീരമായിരിക്കും. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 51, 52 വാക്യങ്ങളിൽ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ രൂപാന്തരം കാഹളനാദം കേൾക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 4:16 കാഹളനാദം സഭയുടെ ഉൾപ്രാപണത്തോട് അല്ലെങ്കിൽ മധ്യാകാശത്തിലെ കർത്താവിൻ്റെ വരവോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ കാഹളമാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതത്രേ. കർത്താവാണ് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുന്നത്. അവൻ്റെ ശബ്ദത്തിന് മഹത്വവും പദവിയും കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ ശബ്ദം തുളച്ചു കയറുന്നതും ഭയമുളവാക്കുന്നതുമാണ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിൻ്റെ ശബ്ദത്തെ യോഹന്നാൻ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകെ കേട്ടു. ആരാണ് സംസാരിക്കുന്നതെന്ന് അറിയുവാനായി അവൻ തിരിഞ്ഞപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ കണ്ടു. അവൻ്റെ ശബ്ദമായിരുന്നു യോഹന്നാൻ കേട്ടത്. ഇന്ന് ക്രിസ്തുവിന് നമ്മോടുള്ള വാക്കുകൾ ഇതത്രേ: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിക്കുവാനുള്ള അവസാനത്തെ ക്ഷണമാണിത്. മഹാപീഡനകാലമാകുന്ന രാത്രി വരുന്നതിനു മുൻപേ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള ക്ഷണമാണിത്. വാതിൽ തുറക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച ആളുകൾ, അവർ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. അവർ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുകയില്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതും ഇതുതന്നെയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതെ, ക്രിസ്തു ഇതുവരെ പ്രത്യക്ഷനായില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വേണ്ടിയുള്ള പ്രത്യാശയും ആകാംക്ഷയും ശ്രദ്ധിക്കുക. ഭാവിയെക്കുറിച്ച് പൗലോസിനൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രത്യാശ എന്താണ് സുഹൃത്തെ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതായിരുന്നു പൗലോസിൻ്റെ പ്രത്യാശ, അതായിരുന്നു അവൻ്റെ സന്തോഷം, അതായിരുന്നു അവൻ കാത്തിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് സ്വയം പരിശോധിച്ചാട്ടെ. ദൈവം നിങ്ങളെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനോടുകൂടെ ചേർക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഭൂമിയിൽ ആയിരിക്കുന്നുവെങ്കിലും ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നുള്ള വസ്തുത ക്രിസ്തുവും അപ്പോസ്തോലന്മാരും നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെന്ന് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നു. നമ്മൾ പ്രവാസികളും പരദേശികളുമാകുന്നു എന്നാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നിക്ഷേപങ്ങളും ചിന്തകളും എല്ലാം സ്വർഗത്തിലായിരിക്കട്ടെ എന്ന് തിരുവചനം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നതെന്ന് എബ്രായ ലേഖന കർത്താവും പറയുന്നു. ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.